BJPക്കെതിരായ വോട്ടിന് നോട്ടാരോപണത്തിൽ സമഗ്ര അന്വേഷണവുമായി പോലീസ്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇതിനായി ദൃശ്യങ്ങൾ ശേഖരിച്ചു. നിശബ്ദ പ്രചാരണ ദിവസം മറ്റു വീടുകളിലും ശോഭ എത്തിയോ എന്നും പണം നൽകിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. LDFും UDFും സംഭവത്തിൽ പരാതി നൽകിയിരുന്നു. ഇതിനാണ് പോലീസ് സമഗ്ര അന്വേഷണം നടത്തുന്നത്. LDF UDF നേതാക്കളുടെ മൊഴിയും പാലക്കാട് ടൗൺ പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. വരണാധികാരിയായ RDO കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടറിന് കൈമാറും. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വികലമായി പങ്കുവച്ചു. 19കാരനെതിരെ കേസ്. കണ്ണൂർ പച്ചപ്പൊയ്ക സ്വദേശിയായ അനന്തുവിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഫോട്ടോയ്ക്ക് താഴെ സ്വർണ്ണക്കള്ളൻ എന്ന ക്യാപ്ഷൻ നൽകിയായിരുന്നു യുവാവ് പിണറായി വിജയന്റെ ചിത്രം പങ്കുവച്ചത്. പ്രിയദർശിനി ഓലിയാക്കര എന്ന പേജിലൂടെയാണ് ചിത്രം ഷെയർ ചെയ്തിരുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. BJP സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. 5 ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന DGPയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം കടുക്കുകയാണ്. അന്വേഷണത്തിൽ പോലീസ് വീഴ്ച ആരോപിച്ച അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് KSU MSF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ക്യാമ്പസിനകത്തേക്ക് തള്ളിക്കയറി കുത്തിയിരുന്ന് പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. വർഗീയ പരാമർശം നടത്തുന്ന ഒരധ്യാപകനെയും വാഴിക്കാൻ അനുവദിക്കില്ലെന്ന് KSU പ്രവർത്തകർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ചൂടുമായി ബന്ധപ്പെട്ട സിവിൽ ഡിഫൻസ് വകുപ്പിന്റെ പേരിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ വഞ്ചിതരാകരുതെന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത്തരം വ്യാജ പ്രചരണങ്ങളും ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 54 അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ചൂട് മൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാം, കാറുകളിൽ ഇന്ധന ടാങ്കുകൾ മുഴുവനായി നിറയ്ക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ വാട്സപ്പ് പ്രചരണമാണ് പ്രചരിക്കുന്നത്. മിച്ചൽ ജംഗ്ഷനിൽ തിങ്കൾ പുലർച്ചെ ഉണ്ടായ ദാരുണാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ടിപ്പർ ലോറി ബൈക്കിലിടിച്ചതാണ് അപകടത്തിന് കാരണം. പെരിങ്ങലിപ്പുറം സ്വദേശികളായ മാനവ്, ആദിത്യ എന്നിവരാണ് മരിച്ചത്. മാവേലിക്കരയിലെ ടർഫിൽ ഫുട്ബോൾ കളിച്ച ശേഷം ഓലകെട്ടി അമ്പലത്തിലെ സുഹൃത്തിനെ വീട്ടിലിറക്കിവിട്ട് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. മാനവ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ആദിത്യനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മധു, സവിത ദമ്പതികളുടെ മകനാണ് മാനവ്. രതീഷ്, സൗമ്യ ദമ്പതികളുടെ മകനാണ് ആദിത്യൻ.